ലാലം ബ്ലോക്ക് പഞ്ചായത്ത് കടനാട് ഡിവിഷനിൽ നിന്നും LDF കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി രാജേഷ് വാളിപ്ലാക്കൽ ജനവിധി തേടുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഭരണങ്ങാനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ പ്രതിനിധി നിലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് വാളിപ്ലാക്കൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. 5 വർഷക്കാലത്തിനിടയിൽ 12,27 ലക്ഷം രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി രാജേഷ് പറഞ്ഞു. ഭരണങ്ങാനം ഡിവിഷനിൽ 1,77 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു. ഭരണങ്ങാനം, കരൂർ, കടനാട്, മീനച്ചിൽ എന്നീ 4 പഞ്ചായത്തുകളിലായുള്ള 53 വാർഡുകളിൽ കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യമേഖല, തെരുവുവിളക്കുകൾ, റോഡുകളുടെ നവീകരണം, അംഗൻവാടികളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും, ലൈഫ് ഭവന പദ്ധതി, പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളിലാണ് പ്രധാനമായും പദ്ധതികൾ നടപ്പിലാക്കിയത്. 1,51 ലക്ഷം രൂപ ചെലവിൽ 121 മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. കുടിവെള്ള പദ്ധതികൾക്കായി 1,47 ലക്ഷം രൂപ ചെലവഴിച്ചു. റോഡ് നവീകരണത്തിന് 2,77 ലക്ഷം രൂപയും അംഗൻവാടികൾക്കായി 57 ലക്ഷം രൂപയും നൽകി. മീനച്ചിൽ പഞ്ചായത്തിൽ ബഡ് സ്കൂളിന് കെട്ടിടം വാങ്ങുന്നതിന് 30 ലക്ഷം രൂപ അനുവദിച്ചു. 1,20 ലക്ഷം രൂപയും 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കായി 10 ലക്ഷം രൂപയും ലഭ്യമാക്കി. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങൾ, വിവിധ ക്ഷീര സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് എന്നിവയ്ക്കായി 32 ലക്ഷം രൂപ നൽകി. പുതിയ ട്രാൻസ്ഫോമറും ലൈനുകളും സ്ഥാപിച്ചതിന് 32 ലക്ഷം രൂപയായി. സ്കൂളുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് 15 ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതി, വിവിധ ആശുപത്രികളിലെ പാലിയേറ്റീവ് യൂണിറ്റ് എന്നിവയ്ക്കായി 65 ലക്ഷം രൂപയും കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി 27 ലക്ഷം രൂപയും ചെലവഴിച്ചു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹനം കൊണ്ടാണ് ഇത്രയും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നും രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു. ഏതാണ്ട് കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തും പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അതിനുശേഷം കോളേജിലെത്തിയപ്പോൾ കോളേജ് രാഷ്ട്രീയത്തിലൂടെയും ഒക്കെ കടന്ന് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിച്ച് 35 വർഷക്കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിലകൊള്ളുകയാണ്. ഈ 35 വർഷക്കാലത്തിനിടയിൽ വെറും 10 വർഷം മാത്രമേ ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ ഇരുന്നിട്ടുള്ളൂ. ഞാൻ അഭിമാനത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു, ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഞാൻ ജനപ്രതിനിധിയായിട്ട് കടന്നു വന്നതിന് ശേഷം ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ഇന്ന് കോട്ടയം ജില്ലയിലെ എടുത്തു പറയേണ്ട ഒരു കുടിവെള്ള പദ്ധതിയായിട്ട് എടപ്പാടിയിലെ കുടിവെള്ള പദ്ധതി മാറുകയും ഏതാണ്ട് 300-ലധികം വീടുകളിൽ ഇന്ന് ശുദ്ധജലം ലഭിക്കുന്ന ഇടപ്പാടി വാർഡിലെ എല്ലാ വീടുകളിലും ഇന്ന് 24 മണിക്കൂറും 365 ദിവസവും കുടിവെള്ളം ലഭിക്കുന്ന നിലയിലേക്ക് ഒരു കുടിവെള്ള പദ്ധതി രൂപീകരിച്ച് കൊണ്ടുവന്ന് അത് ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായിട്ട് ഇന്ന് പ്രവർത്തിക്കുക. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാനും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുവാനും 97% പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. 7% പദ്ധതികൾ നമ്മുടെ പല റോഡുകളുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ്, പക്ഷേ അതും ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരണങ്ങാനം ഡിവിഷനിൽ ലഭിച്ച 1 രൂപ പോലും പാഴാക്കാതെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ജനങ്ങളോടൊപ്പം വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ എല്ലാ ആളുകളോടും പറഞ്ഞു, നിങ്ങളെനിക്ക് ഒരു വോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും 5 വർഷക്കാലങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നഷ്ടമായി പോയി അല്ലെങ്കിൽ അതൊരു അബദ്ധമായി പോയി എന്ന് പറയുവാനുള്ള ഒരു സാഹചര്യം ഞാൻ ഒരുക്കില്ല എന്ന് ആളുകളോട് പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായിട്ടും പാലിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കടനാട്ടിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഭരണങ്ങാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് രാജേഷ് വാളിപ്ലാക്കൽ.